ലാറ്റിൻ അമേരിക്കൻ സാഹിത്യ കുലപതി മരിയോ വർഗാസ് യോസയ്ക്ക് വിട. പെറുവിയൻ തലസ്ഥാനമായ ലിമയിൽ ആയിരുന്നു അന്ത്യം. 89 വയസ്സായിരുന്നു. 2010 സാഹിത്യ നൊബേൽ ജേതാവാണ്. ലാറ്റിൻ അമേരിക്കൻ സാഹിത്യത്തിന്റെ വശ്യമാന്ത്രികത, അതിശക്തമായ സാമൂഹിക വ്യാഖ്യാന പ്രതിബദ്ധത, ചരിത്രാന്വേഷണം, സമയകാലങ്ങൾ ചാടിമറിഞ്ഞുള്ള എഴുത്തുരീതി, രചനാസങ്കേതത്തിന്റെ തീഷ്ണത, അതായിരുന്നു സ്പാനിഷ് പെറൂവിയൻ സാഹിത്യ ഇതിഹാസം മരിയോ വർഗാസ് യോസ. ഹാസ്യം, കൊലപാതക രഹസ്യം, രാഷ്ട്രീയം എല്ലാം യോസയുടെ കൃതികൾക്ക് ഇതിവൃത്തമായി. ആദ്യ നോവൽ ദ ടൈം ഓഫ് ദ ഹീറോ കൈകാര്യം ചെയ്തത് ലിമയിലെ സൈനിക സ്കൂൾ വിദ്യാർത്ഥികളുടെ പച്ചയായ ജീവിതാവസ്ഥകൾ. മരിയോ വർഗാസ് യോസയുടെ മാസ്റ്റർ പീസ് ഏതെന്ന് ചോദിച്ചാൽ ഭൂരിപക്ഷം ആസ്വാദകരും പറയും ദ ഗ്രീൻ ഹൗസ്. ഗബ്രിയേൽ ഗാർസിയ മാർക്യൂസിനും ജൂലിയോ കോർട്ടസാറിനുമൊപ്പം യോസയെ പ്രതിഷ്ഠിച്ച അതിമനോഹര കഥ. പിയൂറ എന്ന നഗരത്തിലെ വേശ്യാലയം കേന്ദ്രീകരിച്ചുള്ള കഥാകഥനം, വായനക്കാർക്ക് നവ്യാനുഭവം. 2010 സാഹിത്യത്തിനുള്ള നൊബേൽ പ്രൈസ്. 1990 പെറൂവിയൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ആൽബർട്ടോ ഫിജിമോറിയോട് ദയനീയ തോൽവി. കമ്മ്യൂണിസ്റ്റ് ഭരണങ്ങളോടുള്ള സന്ധിയില്ലാ സമരം, ഒപ്പം അധ്യാപന വൃത്തിയും. രണ്ടാനമ്മയ്ക്ക് സ്തുതി, കോൺവെർസേഷൻ ഇൻ കത്തീഡ്രൽ, അങ്ങനെ എവർഗ്രീൻ ക്ലാസിക്കുകളുടെ സൃഷ്ടാവ്. ലാറ്റിൻ അമേരിക്കൻ ബൂം എന്ന സാഹിത്യ പ്രതിഭാസത്തിന്റെ അവസാന കണ്ണി മരിയോ വർഗാസ് യോസ തന്റെ 89 വയസ്സിൽ വിടവാങ്ങുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് സാഹിത്യത്തെ വിശ്വമനോഹരമാക്കിയ കഥാകുലപതിയെ. യു പ്രദീപ്, റിസർച്ച് ഡെസ്ക്, 24.